കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ ചാർട്ടർ ആക്ട് 1813 വരെ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കുവാനുള്ളത് 1833 ചാർട്ടർ ആക്ട് തുടങ്ങിയാണ്. അപ്പോൾ 2 ചാർട്ടർ ആക്റ്റുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിലവിൽ വരുത്തിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ചാർട്ടർ ആക്റ്റുകളുടെ പഠനം നമ്മൾക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് 1833 ചാർട്ടർ ആക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. കേന്ദ്രീകൃത ഭരണമെന്ന ആശയത്തിലേക്ക് എത്തുന്ന അവസാന പടിയാണ് 1833 ചാർട്ടർ ആക്ട്. അപ്പോൾ 1833 ചാർട്ടർ ആക്റ്റും 1853 ചാർട്ടർ ആക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരം എന്ത് പ്രധാന സംഭവ വികാസങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യക്തമായി പഠിക്കാം. കേന്ദ്രീകൃത ഭരണമെന്ന ആശയത്തിലേക്കുള്ള അവസാന പടിയായിരുന്നു എന്ത്? 1833 ചാർട്ടർ ആക്ട്. എന്താണ്? കേന്ദ്രീകൃത ഭരണമെന്ന, സെൻട്രലൈസ്ഡ് പൊളിറ്റി എന്ന അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്ന ആശയത്തിലേക്കുള്ള അവസാന പടിയായിരുന്നു എന്ത്? 1833 ചാർട്ടർ ആക്ട്. സെൻട്രലൈസ്ഡ് ഗവേണൻസിലേക്കുള്ള അവസാനത്തെ പടിയായിരുന്നു 1833 ചാർട്ടർ ആക്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് 3 പ്രധാനപ്പെട്ട പ്രസിഡൻസികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബംഗാൾ, പിന്നൊന്ന് ബോംബെ, മറ്റൊന്ന് മദ്രാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു, ബംഗാൾ എന്ന് പറയുന്നത് ഈ 3 പ്രസിഡൻസികളിലും സുപ്പീരിയറായി. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് നമ്മൾ ബംഗാൾ ഗവർണറിനെ പുനർനാമകരണം ചെയ്തു. മറ്റ് രണ്ടും ബോംബെ ഗവർണർ, മദ്രാസ് ഗവർണറാണ്. ബോംബെ ഗവർണർ, മദ്രാസ് ഗവർണറാണ്. എന്നാൽ ബംഗാളിൽ മാത്രം നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ആക്റ്റുകളിൽ പ്രസ്താവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി വീണ്ടും പുനർനാമകരണം ചെയ്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. എങ്ങനെയാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി പുനർനാമകരണം ചെയ്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറി. കാരണം എന്താണ്? കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനം. കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയിലേക്ക് മാറുന്ന ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്ക് ആകെ ഒരു ഗവർണർ ജനറലിനെ നൽകുന്നതിനായി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിൽ മാറ്റം വരുത്തി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അപ്പോൾ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. കേന്ദ്രീകൃത ഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അവസാനത്തെ പടിയാണ് എന്ത്? 1833 ചാർട്ടർ ആക്ട്. അതുപോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി എന്തായി മാറി? കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥിതി അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥിതി നിലവിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻറ്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻറ്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വില്യം ബെൻറ്റിക് ആണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യനിർവഹണ നിയമനിർമ്മാണ അധികാരങ്ങൾ പൂർണ്ണമായും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്ക്
കൈമാറ്റം ചെയ്യപ്പെടുന്നത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. കൃത്യമായി മനസ്സിലാക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സും എക്സിക്യൂട്ടീവ് പവേഴ്സും ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. പൂർണ്ണമായും ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, എക്സിക്യൂട്ടീവ് എന്നാൽ കാര്യനിർവഹണ അധികാരങ്ങളാണ്, ലെജിസ്ലേറ്റീവ് എന്നാൽ നിയമനിർമ്മാണ അധികാരങ്ങളാണ്. ഈ രണ്ട് അധികാരങ്ങളും ഇപ്പോൾ ആരുടെ പക്കലാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പക്കലാണ്. അപ്പോൾ ചാർട്ടർ ആക്ട് 1833 പ്രകാരമാണ് കേന്ദ്രീകൃത ഭരണത്തിലേക്കുള്ള അവസാന പടിയിലെത്തിയത്. ചാർട്ടർ ആക്ട് 1833 പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പുതിയ നാമകരണം സംഭവിച്ചത്. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി പുനർനാമകരണം ചെയ്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറി. കൂടാതെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വഹിച്ച വ്യക്തി ആരാണ്? വില്യം ബെൻറ്റിക് ആണ്. വില്യം ബെൻറ്റിക് ആണ് ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ആരെയാണ്? വില്യം ബെൻറ്റിക്കിനെയാണ്. കൂടാതെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമനിർമ്മാണ കാര്യനിർവാഹക അധികാരങ്ങൾ പൂർണ്ണമായും ആരുടെ കൈകളിലായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൈകളിലായി. ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമനിർമ്മാണ കാര്യനിർവാഹക അധികാരങ്ങൾ പൂർണ്ണമായും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൈകളിലായതും 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. അങ്ങനെ കമ്പനിയുടെ വ്യാപാരപരമായ അധികാരങ്ങൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരം നിർത്തലാക്കി. കമ്പനിയുടെ വ്യാപാരപരമായ അധികാരങ്ങൾ, ട്രേഡ് റൈറ്റ്സ് നിർത്തലാക്കി, ട്രേഡ് റൈറ്റ്സ് നിരോധിച്ചു. കമ്പനിയുടെ വ്യാപാരപരമായ അധികാരങ്ങൾ നിർത്തലാക്കി. എന്നാൽ കമ്പനിക്കിപ്പോൾ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുകാം. കമ്പനിയുടെ വ്യാപാരപരമായ അധികാരങ്ങൾ, ട്രേഡ് റൈറ്റ്സ് നിർത്തലാക്കി ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുകാം. അപ്പോൾ അങ്ങനൊരു വ്യവസ്ഥിതി കൂടി നിലവിൽ വന്നു. കൂടാതെ ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഞാനിവിടെ എഴുതാം. ഇന്ത്യയെ, പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചു. ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് 1833 കോളനിയായി അംഗീകരിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ചോദ്യം ലഭിക്കാം. ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് ഏത് ചാർട്ടർ ആക്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് നിയമപ്രകാരമാണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ലഭിക്കാം. ഓപ്ഷനുകളായി ചിലപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് ലഭിക്കാം, 1853 ചാർട്ടർ ആക്ട്, 1833 ചാർട്ടർ ആക്ട്, 1813 ചാർട്ടർ ആക്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷനുകളിൽ ലഭിക്കാം. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. അക്കാലത്തും ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സർവീസിലേക്കുള്ള പ്രവേശനം ഇന്ത്യക്കാർക്ക് കൂടി നൽകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഇന്ത്യക്കാർക്ക് പ്രവേശനം നൽകിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ഇന്ത്യക്കാർക്ക് കൂടി പ്രവേശനം നൽകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാക്കുവാൻ ഇന്ത്യക്കാരെ കൂടി അനുവദിക്കാമെന്ന ആശയം സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. പക്ഷേ ആ ശ്രമങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടതായി വന്നത്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ
എതിർപ്പ് മൂലമാണ് ആ ശ്രമങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വന്നത്. ആരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മിലിറ്ററി റവന്യൂ പരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ബ്രിട്ടനിലെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഒരു സംഘടനയാണ് എന്ത്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഡയറക്ടർ ബോർഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇതിനെ ശക്തമായി എതിർത്തതുകൊണ്ട് അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ഇന്ത്യൻ പ്രാതിനിധ്യത്തിനെ ശക്തമായി എതിർത്തതുകൊണ്ട് ആ ശ്രമം അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സിവിൽ സർവീസിൻ്റെ ഭാഗമാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ആ ശ്രമം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇടപെടൽ മൂലം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ 1833 ചാർട്ടർ ആക്റ്റിലെ പ്രധാന സവിശേഷമായ സംഭവ വികാസങ്ങൾ ഒന്നുകൂടി സംഗ്രഹിക്കാം. കേന്ദ്രീകൃത ഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അവസാന പടിയായിരുന്നു 1833 ചാർട്ടർ ആക്ട്. കേന്ദ്രീകൃത ഭരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി എന്തായി മാറണം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറണം. ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെന്റിക് ആയിരുന്നു. ആരായിരുന്നു? വില്യം ബെന്റിക് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യനിർവഹണ നിയമനിർമ്മാണാധികാരങ്ങൾ പൂർണ്ണമായും ആരുടെ പക്കലെത്തിച്ചു? 1833 ചാർട്ടർ ആക്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പക്കലെത്തിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേന്ദ്രീകൃത ഭരണ സംവിധാനം, അതായത് എല്ലാ അധികാരങ്ങളും ഒരാളിലേക്ക് ചുരുക്കി, എല്ലാ അധികാരങ്ങളും ഒരാളുടെ കൈകളിലെത്തിച്ചു. അപ്പോൾ നിയമനിർമ്മാണം, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും ആരുടെ പക്കലെത്തിച്ചു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പക്കലെത്തിച്ചു. ഇന്ത്യക്ക് ആകെയുള്ള ഒരു ഗവർണർ ജനറലാണ് ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കലാണ് ഇപ്പോൾ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങൾ മുഴുവനായും. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? കമ്പനിയുടെ വ്യാപാരാധികാരങ്ങൾ നിർത്തലാക്കി. കമ്പനിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇനി മുതൽ ഇടപെടുവാൻ സാധിക്കുക. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിയായി അംഗീകരിച്ചത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. പിന്നീട് എന്താണ് നമ്മൾ പഠിച്ചത്? സിവിൽ സർവൻസിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഓപ്പൺ കോമ്പറ്റീഷൻ സംവിധാനത്തിനുള്ള ശ്രമം നടന്നു. ശ്രമം മാത്രമാണ് നടന്നത്. കൃത്യമായി മനസ്സിലാക്കണം, ശ്രമം മാത്രമാണ് നടന്നത്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എതിർപ്പ് മൂലമാണ് ആ ശ്രമം പരാജയപ്പെട്ടത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമ കമ്മീഷൻ നിലവിൽ വന്നു. ഇന്ത്യയിൽ ഒരു നിയമ കമ്മീഷൻ, ലോ കമ്മീഷൻ നിലവിൽ വന്നു. നിയമ കമ്മീഷൻ നിലവിൽ വന്നത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ലോ കമ്മീഷൻ, നിയമ കമ്മീഷൻ നിലവിൽ വന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ലോർഡ് മെക്കാളെ ആയിരുന്നു. ലോർഡ് മെക്കാളെ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമ കമ്മീഷൻ നിലവിൽ വന്നത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ആരായിരുന്നു 1833 ചാർട്ടർ ആക്ട് പ്രകാരം നിലവിൽ വന്ന നിയമ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ലോർഡ് മെക്കാളെയാണ്. അപ്പോൾ 1833 ചാർട്ടർ ആക്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1853 അവസാനത്തെ ചാർട്ടർ ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ 1853 ചാർട്ടർ ആക്ടിനെ പറ്റി നമ്മൾക്ക് പഠിച്ചു തുടങ്ങാം. 1853 ചാർട്ടർ ആക്ട് പ്രകാരം കമ്പനിയുടെ ചാർട്ടർ പുതുക്കി നൽകിയില്ല. പകരം കമ്പനിയുടെ ഭരണം നീട്ടുക മാത്രമാണ് ചെയ്തത്. കൃത്യമായി മനസ്സിലാക്കുക, 1853 ചാർട്ടർ ആക്ട് പ്രകാരം കമ്പനിയുടെ ചാർട്ടർ പുതുക്കി നൽകിയില്ല. ചാർട്ടർ പുതുക്കി നൽകിയില്ല, മറിച്ച് കമ്പനി ഭരണം നീട്ടുന്നു
എന്ന് മാത്രമാണ് പ്രഖ്യാപിച്ചത്, പുതുക്കിയില്ല. മറിച്ച് കമ്പനി ഭരണം നീട്ടുന്നു എന്ന് മാത്രമാണ് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ചാർട്ടർ പുതുക്കി നൽകാതിരുന്നത്? സ്വാഭാവികമായും കമ്പനിയുടെ ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് നേരിടേണ്ടതായി വന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന അസംതൃപ്തി, അല്ലെങ്കിൽ കമ്പനിയുടെ ഭരണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കാര്യമായ വിധത്തിൽ ഇന്ത്യൻ മണ്ണിൽ സ്വാധീനമുറപ്പിക്കാൻ സാധിക്കില്ല എന്നും കമ്പനിയുടെ ഉദ്യോഗസ്ഥർ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലൂടെ അമിതമായി സമ്പത്ത് നേടിയെടുക്കുന്നു എന്നുള്ള കാര്യവും ബ്രിട്ടീഷ് രാജ്ഞി മനസ്സിലാക്കി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചാർട്ടർ പുതുക്കി നൽകിയില്ല, മറിച്ച് കുറച്ച് നാളത്തേക്ക് കമ്പനിയുടെ ഭരണം നീട്ടി നൽകുന്നു എന്ന് മാത്രമാണ് 1853 ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചത്. അപ്പോൾ 1853 ചാർട്ടർ ആക്റ്റാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്റ്റാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട്. പോയിൻ്റ് 1 1853 ചാർട്ടർ ആക്റ്റാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട്. അപ്പോൾ 1833 ചാർട്ടർ ആക്റ്റിൽ നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ കാര്യനിർവഹണാധികാരങ്ങൾ മുഴുവനായും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കൈമാറി. സ്വാഭാവികമായും നിയമനിർമ്മാണവും കാര്യനിർവഹണവും എല്ലാം ഒരാളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും നിയമനിർമ്മാണ കാര്യനിർവഹണാധികാരങ്ങൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് സെപ്പറേറ്റ് വിങ്സിന് വിഭജിച്ചു കൊടുത്തു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെയാണ്, പക്ഷേ രണ്ടായി വിഭജിച്ചു കൊടുത്തു. ഗവർണർ ജനറലിൻ്റെ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെ വേർപെടുത്തി. നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെ, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് അതുപോലെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് വേർപെടുത്തി. അങ്ങനെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. ഈ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമനിർമ്മാണ സമിതിയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മിനി പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മിനി പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ മിനി പാർലമെൻറ്റിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 പേർ ഇന്ത്യക്കാരായിരുന്നു, മറ്റ് 2 പേർ ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 4 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്, ബാക്കി 2 പേരാരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ഈ 4 പേര് ഏതെല്ലാം പ്രവിശ്യകളിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ മിനി പാർലമെൻറ്റിൽ അംഗങ്ങളായിരുന്ന ഇന്ത്യക്കാരെ, അല്ലെങ്കിൽ മിനി പാർലമെൻറ്റിൽ അംഗങ്ങളായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗങ്ങളായിരുന്ന ഇന്ത്യക്കാരെ ഏതെല്ലാം പ്രവിശ്യകളിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രവിശ്യകളിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തിരുന്നത്. നിങ്ങൾ ഒരു കോഡ് രൂപത്തിൽ ബാംബ് എന്ന് ഓർത്ത് വയ്ക്കുക. BAMB, ബാംബ് എന്ന് ഓർത്ത് വയ്ക്കുക. മദ്രാസ്, ആഗ്ര, ബോംബെ, ബംഗാൾ. അപ്പോൾ ഈ 4 പ്രവിശ്യകളിൽ നിന്നുമാണ് 4 ഇന്ത്യക്കാരെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമനിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്റ്റാണ് 1853 ചാർട്ടർ ആക്ട്. ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും ഗവർണർ ജനറലിൻ്റെ കാര്യനിർവഹണാധികാരങ്ങളും, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണാധികാരങ്ങളാണ്, കാര്യനിർവഹണാധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ്. ഇത് രണ്ടും വേർപെടുത്തി, അതായത് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 പേർ ഇന്ത്യക്കാരായിരുന്നു. ഈ 4 പേർ 4 വ്യത്യസ്ത പ്രവിശ്യകളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതെല്ലാമായിരുന്നു 4 വ്യത്യസ്ത പ്രവിശ്യകൾ?
ഒന്ന് ബോംബെ, 2 ബംഗാൾ, 3 ആഗ്ര, 4 മദ്രാസ് എന്നിങ്ങനെ 4 വ്യത്യസ്ത പ്രവിശ്യകളിൽ നിന്നുമാണ് ഇവരെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ മിനി പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നതും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെയാണ്. മിനി പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഏത് ചാർട്ടർ ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് മിനി പാർലമെൻറ്റ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1853 അവസാനത്തെ ചാർട്ടർ ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് മിനി പാർലമെൻറ്റ് നിലവിൽ വന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം 1853 ചാർട്ടർ ആക്റ്റിൽ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞു 1833 ചാർട്ടർ പ്രകാരം 1833 ചാർട്ടർ ആക്ട് പ്രകാരം എന്ത് സംഭവിച്ചു? ഓപ്പൺ സിവിൽ സർവീസിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. ഓപ്പൺ സിവിൽ സർവീസ്, അതായത് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടന്നു. പക്ഷേ അത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എതിർപ്പ് മൂലം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എതിർപ്പ് മൂലം സാധിച്ചെടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ സിവിൽ സർവീസിൻ്റെ ഭാഗമായി ഇന്ത്യക്കാർ സിവിൽ സർവീസ് പരീക്ഷയുടെ ഭാഗമായി. ഇതിനെപ്പറ്റി പഠിക്കുവാൻ 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് എന്ത്? ലോർഡ് മെക്കാളെ കമ്മിറ്റി. 1854 രൂപീകരിക്കപ്പെടുന്നത്. എന്തിനെപ്പറ്റി പഠിക്കുവാനാണ്? ഇന്ത്യക്കാരെ സിവിൽ സർവീസിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഓപ്പൺ സിവിൽ സർവീസ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ തുറന്ന മത്സര പരീക്ഷ, സിവിൽ സർവീസിലേക്കുള്ള തുറന്ന മത്സര പരീക്ഷ നടത്തുന്നതിനെ പറ്റി പഠിക്കുവാനാണ് 1854 ലോർഡ് മെക്കാളെ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അത് 1853 ചാർട്ടർ ആക്റ്റിൽ പറഞ്ഞിരുന്ന ഒരു നിയമ വ്യവസ്ഥയാണ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇന്ത്യൻ പ്രാതിനിധ്യം അനുവദിച്ച ചാർട്ടർ ആക്ട് ഏതാണ്? 1853 അവസാനത്തെ ചാർട്ടർ ആക്റ്റാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ചാർട്ടർ പുതുക്കി നൽകിയില്ല, മറിച്ച് കമ്പനി ഭരണം നീട്ടുന്നതായി ഒരു അറിയിപ്പ് മാത്രമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി നൽകിയത്. അതിനുശേഷം നമ്മളുടെ 1857 കലാപം നടന്നു. പിന്നീട് കമ്പനി ഭരണം നിർത്തലാക്കി. അതിനുശേഷം എന്താണ് നടന്നത്? ക്രൗൺ ഭരണമാണ്, അല്ലെങ്കിൽ ക്രൗൺ റൂളാണ് നടന്നത്, രാജഭരണമാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഭരണം പുതുക്കി നൽകാതെ ചാർട്ടർ ആക്ട് പ്രകാരം നേരത്തെ നടന്ന ചാർട്ടർ ആക്ട്, അല്ലെങ്കിൽ നേരത്തെ നിലവിൽ വന്ന ചാർട്ടർ ആക്ടുകൾ പ്രകാരം 20 വർഷത്തേക്ക് കമ്പനിയുടെ ഭരണം അല്ലെങ്കിൽ കമ്പനിയുടെ അധികാരങ്ങൾ പുതുക്കി നൽകുകയാണ് ചെയ്യാറ്. ഇവിടെ 20 വർഷം എന്ന് പറയുന്നത് അധികമാകുമെന്ന് ആർക്കറിയാമായിരുന്നു? ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർട്ടർ പുതുക്കി നൽകിയില്ല, കമ്പനിയുടെ ഭരണം നീട്ടുന്നു എന്ന് മാത്രമാണ് ഒരു ഉത്തരവ് ആയി അറിയിച്ചത്. അപ്പോൾ 1853 ചാർട്ടർ ആക്ടിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഡാൽഹൗസി ആയിരുന്നു. 1853 ചാർട്ടർ ആക്ടിൻ്റെ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൗസി ആയിരുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുകൊണ്ട് നമ്മൾ 1853 ചാർട്ടർ ആക്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്റ്റാണ്. ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് പരസ്പരം വേർപെടുത്തി ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ മറ്റൊരു പേരാണ് മിനി പാർലമെൻറ്റ്. മിനി പാർലമെൻറ്റിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 പേർ ഇന്ത്യക്കാരായിരുന്നു. ഏത് പ്രവിശ്യകളിൽ നിന്നുമാണ് 4 പേരെ തിരഞ്ഞെടുത്തത്? ബോംബെ, മദ്രാസ്, ആഗ്ര, ബംഗാൾ എന്നീ പ്രവിശ്യകളിൽ നിന്നുമാണ് 4 പേരെ തിരഞ്ഞെടുത്തത്. ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തുവാൻ സിവിൽ സർവീസ് കോമ്പറ്റീഷനെ പാകപ്പെടുത്തുന്ന നിയമം 1853 ചാർട്ടർ ആക്റ്റാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുവാനാണ് 1854 ലോർഡ് മെക്കാളെ കമ്മിറ്റി നിലവിൽ വരുന്നത്. അതുപോലെ കമ്പനിയുടെ ഭരണം നീട്ടി നൽകുന്നു എന്നൊരു ഉത്തരവ് മാത്രമാണ് 1853 ചാർട്ടറിൽ പറഞ്ഞത്. ചാർട്ടർ പുതുക്കി നൽകിയില്ല. കൂടാതെ 1853 ചാർട്ടർ ആക്ടിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? ഡൽഹൗസി ആയിരുന്നു. അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് 1857 കലാപത്തിന് മുൻപായി പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 1857 കലാപത്തിന് മുൻപായി അറിയേണ്ടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെപ്പറ്റി വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പഠിക്കുവാനുള്ളത് 1858 മുതൽ 1947 വരെയുള്ള കാലഘട്ടങ്ങളിലെ രാജഭരണ സമയത്തെ നിയമപരിഷ്കാരങ്ങളാണ്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നിയമപരിഷ്കാരങ്ങളെപ്പറ്റി നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. നമ്മൾ ചോദ്യങ്ങൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും, ചർച്ച ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മൾ അതിന് കൃത്യമായ ഉത്തരങ്ങളും കൃത്യമായ വിശദീകരണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൻ്റെ ആദ്യത്തെ ഏട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അതായത് 1773 മുതൽ 1858 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള നിയമപരിഷ്കാരങ്ങൾ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള നിയമവ്യവസ്ഥിതികൾ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാന സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു. പ്രസ്താവന മോഡലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഓരോ ആക്റ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വിശദമായി വിശദീകരിച്ച് വിശകലനം ചെയ്ത് ചോദ്യപേപ്പറുകൾ നോക്കി നിങ്ങൾ കൃത്യമായി പഠിക്കുക. തീർച്ചയായും വരും ക്ലാസ്സുകളിൽ നമ്മൾ രാജഭരണം, അതായത് 1858 മുതൽ 1947 വരെയുള്ള രാജഭരണത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും പഠിച്ച വിഷയങ്ങൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഗുഡ് ബൈ.